ഞാനിവിടെ സ്ത്രീകളെ കുറിച്ച് വളരെ ഗ്രേറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഗ്രേറ്റ് ആയിട്ട് ഗ്രേറ്റ് ലേഡീസ് ആണ് എൻ്റെ സബ്ജക്റ്റ്. ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്ഥാപനം തുടങ്ങാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ആളെ സംബന്ധിച്ച് ഗ്രേറ്റ് ലേഡീസ് എന്ന് ചോദിക്കും, മമ്മി ഇല്ലേന്ന് ചോദിക്കും. ഇതിങ്ങനെ ഒരു ഇതില് സിത്താര എന്ന് പറഞ്ഞൊരു നടി ഒരു കന്നഡ സിനിമയില് ഞാൻ എൻ്റെ വീട്ടിൽ ടി വി കാണുമ്പോൾ ഈ ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട്. ഇവരുടെ ടി വി ടൈമിങ് നമ്മുടെ ബോഡി ടൈമിങ്ങും ഇത് ഭയങ്കര ഒരു ഗ്രൂപ്പട്ടവര്. എൻ്റെ ഭാഗ്യത്തിന് നമുക്ക് കുറെ ഗ്രേറ്റ് ലേഡിമാര് നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട്, ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൽ ഒരാളാണ് ആദ്യത്തെ പേര്, അത് വളരെ പേഴ്സണലാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ബഹുമാനം നിൽക്കുന്നത്. രണ്ടാമത്തെ ആളെ കുറിച്ച് പറയാം, അല്ല ഇത് വായിച്ചു നോക്കി. ഇവിടെ കൂട്ടുകാരി ഇവിടെ ഞാൻ കേരളം എന്നോട് പറഞ്ഞാണ് അദ്ദേഹം. ഞാനിത് ചോദിച്ചാൽ ഇതിൻ്റെ ഒക്കെ ഗ്രേറ്റ് ലേഡീസോട് സംസാരിക്കും. രണ്ടാമത്തെ ആളാണ് ഇത്. അപ്പോൾ യു ആർ എ ഗ്രേറ്റ് ലേഡി, ഫോസിൽ ടൈപ്പ് ലവ്ലി ഫ്രണ്ട് യു ആർ. ഇതാണ് എൻ്റെ ഒരു മാക്സിമം ഇംഗ്ലീഷ്. യു ആർ എ ഗ്രേറ്റ് ലേഡി, ഫോസിൽ ടൈപ്പ് ലവ്ലി ഫ്രണ്ട് യു ആർ. പേര് പറയാൻ ഇന്നലെ പേര് പറയുന്നത് വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. അത്രയ്ക്കും ഒരു പ്രത്യേക പേടിയുണ്ട് എനിക്ക് ഈ പേരിനോട്. അത് എപ്പോഴും പേടിയായിട്ട് നടക്കാനും പാടില്ല, അത് വേറെ കേസ്. ഞാൻ അതിലൊന്ന് ഇവരുടെ ഒരു ചൊറിച്ച് മല്ലിതാണ് ഞാൻ. വെരി ഗ്രേറ്റ് ലേഡി യു ആർ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉള്ളത് വിചാരിക്കും തൽക്കാലം. വെരി ഗ്രേറ്റ് ലേഡി യു ആർ. ഞാൻ വളരെ ബെസ്റ്റായിട്ട് പോയിട്ടില്ല. ഇതിൽ ഞാൻ രണ്ടും ഇതിലേക്ക് ആക്കി. ഇപ്പോൾ 2-3 ആദ്യം 3/2 കാണുന്നത്. 3 ക്വസ്റ്റ്യൻ ആവുകയാണ്. 2 ഉണ്ടായത് തന്നെ പാസീവ് വോയിസ് എന്നുള്ള ചിന്ത. പാസീവ് വോയിസിൽ നിന്നല്ലേ 2 ഉണ്ടായത് എന്നുള്ള എനിക്ക് എൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലാത്ത ചിന്തകൾ കിട്ടണേ. ഈ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഈ ചൊറിച്ച് വാങ്ങി ഇവരുടെ ഗ്രാമർ തെറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഇതൊക്കെ നോക്കണത്. ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് കണ്ടന്റാണ് എൻ്റെ അടുത്ത ക്ലാസ്. എന്താണ് ഇംഗ്ലീഷ് എന്നുള്ളത്, എന്താണ് ഇംഗ്ലീഷ്, പേടിക്കേണ്ട ഒന്നാണോ ഇംഗ്ലീഷ്, അതോ നമ്മളെ ചിരിപ്പിക്കുന്ന ഒന്നാണോ ഇംഗ്ലീഷ്? റൈറ്റ് അല്ലാത്ത 0 ഇതാണ് റൈറ്റ് അല്ലാത്ത 0. ഈ 2 ഉണ്ടായത് തന്നെ പാസീവ് വോയിസിൽ നിന്നല്ലേ റൈറ്റ് അല്ലാത്ത 0. അതായത് ഈ ചൊറിച്ചുമല്ലാതെ ഒരു താല്പര്യമില്ലാത്ത പരിപാടികൾ, ഇംഗ്ലീഷുകാരുടെ പരിപാടികൾ. ഒരാളൊരു താല്പര്യമില്ലാത്ത ഗഡികൾക്ക്. ഈ ഗഡികളാണ് നമ്മുടെ നാട്ടിലൊന്ന് 200 കൊല്ലം കട്ടുമൂട്ടിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ സാംസ്കാരിക ലോകം നിൽക്കണ അവസ്ഥ. ദൈവമേ, ഞാൻ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ക്ലാസ് എടുക്കണമെന്നാണ്. ഇത് കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇത് ലൈവ് ആണെങ്കിൽ തന്നെ ഒരു പിടുത്തില്ല. പെട്ടട്ടെ. ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ പോയ മാഷ് ആകെ പെട്ടു. അതേപോലെ സാധനങ്ങൾ ഗ്രേറ്റ് ലേഡീസ് ആദ്യത്തെ സബ്ജക്റ്റ് തന്നെ. ഈ ഗ്രേറ്റ് ലേഡീസാണ് തുടങ്ങി തന്നെ. ഗ്രേറ്റ് ലേഡീസാണ് ഇവരൊക്കെ. ഈ ഗ്രേറ്റ് ലേഡീസിന് കിട്ടിയ സോഫ്റ്റ്വെയർ വേണ്ട, സ്റ്റാർട്ടപ്പ് വേണ്ട, ഇത് കണ്ടുപിടിക്കുക. പിന്നെ ഇതെൻ്റെ അളിയൻ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, വേറെ പ്രശ്നമില്ല. അത് വായിക്കണം, കാരണം അല്ലെങ്കിൽ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ. സൂപ്പറാണ്. എൻ്റെ അളിയൻ സൂപ്പറാണ്. അത് മാഞ്ഞു പോയതാ. സൂപ്പറാണ്, സൂപ്പർ, അടിപൊളി. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ ആ ഭാഗത്തേക്കില്ല. സന്തോഷം, സമാന സ്നേഹം. പിന്നെ കോടാലിൽ വരുമ്പോഴുള്ള പ്രശ്നമല്ലേ, അത് നമുക്ക് കാണാം. കോടാലിൽ വരുമ്പോൾ കാണാം.
സന്തോഷം. അതുവരെ ഒരു പ്രശ്നമില്ല. ഗ്രേറ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് എപ്പോഴും ഓൺലൈൻ ഇൻബോക്സിൽ വരാൻ സംസാരിക്കാം. ഗ്രേറ്റ് ലേഡികളാണ്. അപ്പോൾ യു ആർ എ ഗ്രേറ്റ് ലേഡി, ഫോസിൽ ടൈപ്പ് ലവ്ലി ഫ്രണ്ട് യു ആർ. എൻ്റെ ഈ ലേഡി ഗേൾ